നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്ന് പറയാൻ പോകുന്ന പേരെയൊന്നുമല്ല, നമ്മുടെ നാട്ടിൽ ഇപ്പോഴെന്ന് പറഞ്ഞാൽ ഒരു അനിശ്ചിതത്വമാണുള്ളത്. അതായത് രണ്ട് ചേരി വിഭാഗങ്ങളാണ് ഇപ്പോഴേ നമ്മുടെ നാട്ടിൽ. ഒന്ന് അവൾക്കൊപ്പം, ഒന്ന് അവനൊപ്പം എന്ന് പറഞ്ഞിട്ട് ഇത് രണ്ടുപേരും സ്നേഹത്തിലാണെന്ന് നിങ്ങൾ വിചാരിക്കുന്നത് ഒരു മണ്ണാങ്കട്ടിയല്ല. ഒരാൾക്കും അതിജീവിതയോട് സ്നേഹമില്ല, ദിലീപിനോട് സ്നേഹമില്ല. കാരണം ദിലീപിനോട് സ്നേഹിക്കുന്നവരാണെങ്കിൽ അവരെല്ലാവരും പോയിട്ട് സിനിമ ഉണ്ട്, അതൊന്നും കാണുന്നില്ലല്ലോ. ഇതെന്ന് പറയുന്നത് എന്താണെന്നറിയാം, ഇതൊരു പ്രഹസനം മാത്രമാണ്. നിങ്ങൾ ഇതിൻ്റെ ഉള്ളറകൾ കീറിയിട്ട് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു കാര്യം മനസ്സിലാക്കും. ഇവരൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു 3-4 വർഷം മുമ്പല്ലേ ഇവരെല്ലാവരും ബായികളായിരുന്നു. ഇപ്പോഴെന്ന് പറഞ്ഞാൽ ഇവർ തന്നെ എന്ന് പറഞ്ഞാൽ മുൻ നിശ്ചയപ്രകാരം ഇങ്ങനെ ഒരു സംഘം, 2 സംഘങ്ങളായിട്ട് തിരിഞ്ഞിട്ട് ഇവിടെ ഇപ്പോഴും ഇങ്ങനെ ഒരു അടി കൂടിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മളിപ്പോൾ കാണുന്നത്. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, ഇതിൻ്റെ അകത്ത് നമ്മൾക്ക് എന്താണ് ഗുണം? നമ്മൾക്കൊരു ഗുണവും ഇല്ല. അതാ ഓരോരോ ആൾക്കാരെന്ന് പറഞ്ഞാൽ അവരെ പ്രഹസനം നിങ്ങൾ നോക്ക്. അവിടുന്ന് അതിജീവിത ഒപ്പം എന്ന് പറഞ്ഞിട്ട് അവരുടെ പ്രഹസനം നോക്കി, അതുപോലെ അവനൊപ്പം എന്ന് പറഞ്ഞിട്ട് അവരുടെ പ്രഹസനം നോക്കി. അതിജീവിതക്കൊപ്പം എന്ന് പറഞ്ഞിട്ട് കുറച്ച് ആൾക്കാർ എന്ന് പറയുന്നത് എന്താ ചെയ്യുന്നത് അറിയാം, അതായത് ഫോട്ടോ ഇത്, പിന്നെ എന്നാ പറയേണ്ടത് തലയിൽ റിബൺ കെട്ടുക. അതുപോലെ തന്നെ അവനൊപ്പം എന്ന് പറഞ്ഞിട്ട് എന്താണ് അതിജീവിതയുടെ ആൾക്കാരെ മുഴുവൻ തെറി വിളിക്കുക. ഇതാണ് ഇവിടെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അല്ലാതെ ഇവിടെ ഒരു മാങ്ങാത്തൊലിയും നടക്കുന്നില്ല. അതാണ് ഞാൻ പറയുന്നത്, നമ്മുടെ നാട് വേറെ ഏതോ ലെവലിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. കുറച്ച് ദിവസം മുമ്പ് പാലക്കാട് ജോലി അന്വേഷിച്ച് വന്ന ഒരുത്തൻ അവനെ ബംഗ്ലാദേശി ആണോടാന്ന് ചോദിച്ചിട്ട് തല്ലിക്കൊന്നു. നിങ്ങൾക്കറിയാലോ, ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണ്ട് നമ്മളിവിടെയൊന്നും നടക്കുന്നതല്ല. ഇതൊക്കെ പണ്ട് നമ്മൾ ബീഹാറിലും അതുപോലെ തന്നെ ആസാമിലൊക്കെ കേട്ട വാർത്തകളാണ്. ജനക്കൂട്ടം ഒരുത്തനെ അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു എന്നൊക്കെ. ഇപ്പോഴതൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലേക്കാണ് വന്നിരിക്കുന്നത്. അതിന് കാരണക്കാരാരാണ്? നമ്മൾ തന്നെയാണ്, വേറെ ആരുമല്ല. നമ്മൾ തന്നെ എന്ന് പറഞ്ഞാൽ നമ്മുടെ വിശ്വാസങ്ങളെല്ലാം, അതായത് മറ്റാർക്കോ വേണ്ടിയിട്ട് ആരോടുള്ള ദേഷ്യത്തിന്, ഇപ്പം ദിലീപിനോട് ഭയങ്കരമായിട്ടുള്ള വൈരാഗ്യം കുറച്ച് ആൾക്കാർക്കുണ്ട്. അതുകൊണ്ട് തന്നെ കോടതി പറയുന്നൊന്നും ഞങ്ങൾ വിശ്വസിക്കത്തില്ല. ഞങ്ങൾക്ക് വേണ്ടതെന്ന് വെച്ചാൽ ദിലീപിനെ ജയിലിലിടുകയാണ് ഞങ്ങൾക്ക് വേണ്ടത്. അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ അതിജീവിതയോട് കുറച്ച് ആൾക്കാർക്ക് ദേഷ്യമുണ്ട്. അതുകൊണ്ട് അതിജീവിത അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ കുറേ ആള് ഇതിൻ്റെ ഇടയിലൊന്നും പെടാത്ത ഒരു കൂട്ടം പാവങ്ങളുണ്ട്. ആ പാവങ്ങൾക്ക് വേണ്ടിയിട്ട് സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ നാട്ടിൽ കഴിഞ്ഞ ദിവസം ഇലക്ഷൻ നടന്നു. ആ ഇലക്ഷൻ നടക്കുമ്പോൾ എല്ലാവർക്കും വോട്ട് വേണം. മുസ്ലിമിൻ്റെ ആയാലും കുഴപ്പമില്ല, ക്രിസ്ത്യൻ്റെ ആയാലും കുഴപ്പമില്ല, ഹിന്ദുവിൻ്റെ ആയാലും കുഴപ്പമില്ല. പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഇപ്പോൾ അവർ ഇന്നലെ സത്യപ്രതിജ്ഞക്ക് എന്താണ്, ഇന്നലെ സത്യപ്രതിജ്ഞക്ക് മുട്ടൻ അടിയാന്ന്. കാരണം എന്താണെന്നറിയാം, നീ കാവിലമ്മേനെ വിളിക്കണം എന്ന് ഒരാൾ, നീ യേശുവിനെ വിളിക്കണം എന്ന് ഒരാൾ, നീ പടച്ചോനെ വിളിക്കണം എന്ന് ഒരാൾ. അവിടെ കിടന്നിട്ട് ഇവന്മാർ പൊരിഞ്ഞതല്ലാന്ന്. അതാണ് ഞാൻ പറഞ്ഞത്, ഇവന്മാർക്കൊന്നും ഒന്നിക്കലും ഇവന്മാർക്ക് വിവരമില്ല, ഇല്ലെങ്കിൽ വോട്ട് ചെയ്യുന്ന നമുക്ക് വിവരമില്ല. വോട്ട് ചെയ്ത നമ്മൾ ആരായി? ഊളകളായി എന്നേ ഞാൻ പറയുള്ളൂ. അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ഒരു ഗർഭിണിയായ ഒരു സ്ത്രീയെ, അതായത് സ്റ്റേഷനിലിട്ടിട്ടാണ് പട്ടിയെ തല്ലുന്നത്. അയാള് ആ ഒരു CCTV ദൃശ്യത്തിന് വേണ്ടിയിട്ട് 1 വർഷം നടന്നു എന്നാണ് പറയുന്നത്. അപ്പം അറിയാത്ത കേസുകൾ എത്ര ഉണ്ടാകും? ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതൊക്കെ മിണ്ടിക്കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മളെ പേരിൽ കേസ് വരും. അതുകൊണ്ടാണ് ഇത് പലപ്പോഴും തന്നെ ആൾക്കാർ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും മിണ്ടാത്തത്. അതായത് മിണ്ടിക്കഴിഞ്ഞാൽ ഇതൊക്കെ ഭയങ്കരമായിട്ടുള്ള പുലിവാലാണ്. അതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും തരത്തിലായിരിക്കും കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുക. അതുകൊണ്ട് ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇവിടെ ഒരുപാട് പട്ടിണി പാവങ്ങളുണ്ട്. അതായത് 2 അറ്റം കൂട്ടിമുട്ടിക്കാൻ വേണ്ടിയിട്ട് പെടാപ്പാട് വിടുകയാണ് അവരെല്ലാവരും. അവരെയൊക്കെ എന്ന് പറഞ്ഞാൽ പരിഹസിക്കുന്ന നയമാണ് നമ്മളെ ചില നേതാക്കന്മാരായാലും നമ്മുടെ ചില സിസ്റ്റമായാലും, അല്ലെങ്കിൽ നമ്മൾക്കൊന്നും ഒരു ആവശ്യവും ഇല്ല. ഒരു വേസ്റ്റാന്ന് പറയുന്ന സിനിമാ പ്രവർത്തകരായാലും വേസ്റ്റാണ്. ഈ ലോകത്തുള്ള ഏറ്റവും വലിയ വേസ്റ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ പറയും സിനിമാ പ്രവർത്തകരാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇവറ്റകൾ 10 പൈസേൻ്റെ ഉപകാരം ഒരാൾക്ക് പോലും ചെയ്യത്തില്ല. നിങ്ങൾക്കറിയാലോ, പ്രളയം വന്നപ്പോൾ ഇവന്മാർ 10 ലക്ഷം രൂപയാണ് തന്നത്. അതിലും കൂടുതലാണ് പൊതുജനങ്ങൾ കൊടുത്തത്. എന്നാൽ ഇവറ്റകളുടെ അഹങ്കാരോ അതിനപ്പുറത്തുള്ളതാണ് ഇവരുടെ അഹങ്കാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ ചില ടീമുകളൊക്കെ ഞാൻ പറഞ്ഞല്ലോ, എന്താ വെച്ചാൽ ഇതിൻ്റെ പുറകിൽ നടന്നിട്ട് എന്തൊക്കെയോ സംഭവിക്കാം, എന്തൊക്കെയോ കിട്ടും എന്ന് വിചാരിച്ച് നടക്കുന്ന കുറേ ടീമുകളുണ്ട്. അവരോടാണ് എനിക്ക് പുച്ഛമാണ് തോന്നുന്നത്, ഈ സിനിമാക്കാരുടെ പുറകെ നടക്കുന്ന കുറേ ടീമുകളോട്. ഇപ്പോഴീ സിനിമാക്കാരുടെ പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെയൊന്നും ബാധിക്കുന്നതേ അല്ല. അവിടെ എന്തെങ്കിലും ആയിക്കോട്ടെ നോക്കണം. പക്ഷേ അതല്ലല്ലോ സ്ഥിതി. അതായത് ഇപ്പോൾ ഏട്ടനെ താങ്ങിയെടുക്കാൻ കുറേ ആൾ, അതിജീവിതേൻ്റെ കൂടെ കുറേ ആൾ, എന്നിട്ട് ഇപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചളിവാരി എറിയുകയാണ്. അതിൻ്റെ ഇടയ്ക്ക് ചില ടീമുകളാണെങ്കിൽ ചാണവും വാരി എറിയുന്നുണ്ടെന്നേ ഞാൻ പറയുള്ളൂ. അപ്പം അങ്ങനെ നമ്മുടെ നാട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്ക് വിട്ടുപോവുകയാണ് ഈ പാവങ്ങളായ കുറേ ആൾക്കാർ. കറണ്ട് ബില്ല് വരുമ്പോഴും അതുപോലെ തന്നെ മറ്റു പലത് വരുമ്പോഴും ഒക്കെ എന്ന് പറഞ്ഞാൽ ചങ്കിടിപ്പാണ് ഇവർക്കെന്നേ എനിക്ക് പറയാനുള്ളൂ. ഇതൊന്നും നോക്കാനോ ശ്രദ്ധിക്കാനോ അല്ലെങ്കിൽ വേറെ ഒന്നിനോ ഇതിനൊന്നും ഒരു മനുഷ്യന്മാരില്ല.
ഇന്നലെ ഇപ്പോഴും നിങ്ങൾ കണ്ട ഇന്നലെ ഒറ്റ ദിവസം മാത്രം വാഹനാപകടത്തിൽ, അതായത് 2 വീലർ എന്ന് പറയുന്ന ആ സാധനം കൊണ്ടുപോയിട്ട് 5-6 ആൾക്കാരാണ് ഇന്നലെ ഒറ്റ ദിവസം തീർന്നു പോയത്. ആലോചിച്ച് നോക്കണം. ഇതൊന്നും ചോദിക്കാനോ പറയാനോ ഇതൊന്ന് അന്വേഷിക്കാനോ അല്ലെങ്കിൽ ഈ വണ്ടിയുടെയൊക്കെ സ്പീഡ് നിയന്ത്രിക്കാൻ പറയാനോ അല്ലെങ്കിൽ ജനങ്ങളുടെ ജീവൻ വേണം എന്ന് പറയാനൊന്നുമില്ല. എല്ലാവരും പറയുന്ന ഒരു കാര്യമാണ് 2 വീലർ ആയിക്കഴിഞ്ഞാൽ അതങ്ങ് മറിയില്ലേ മക്കളെ. 2 വീലർ മറിയും, ആൾക്കാർ മരിക്കും, ആക്സിഡൻ്റ് ആകും, മരിക്കും. വലിയ വണ്ടിയാണെങ്കിൽ ചെറിയ വണ്ടിക്കാരനിടിക്കും, ചെറിയ വണ്ടിക്കാരനിടിച്ചിട്ട് അവനെ കൊല്ലും. ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നടക്കുന്നതാണ്. അല്ലെങ്കിൽ ഇതിനൊന്നും ഒരു കുഴപ്പമില്ല, ഇതൊക്കെ എന്ന് പറഞ്ഞാൽ സ്വാഭാവികമാണ്. ഒരുത്തൻ്റെ മരണം പോലും സ്വാഭാവികമാണ് എന്നുള്ള തരത്തിലാണ്. അതില്ലാതാക്കാനുള്ള ഒരു പ്രവൃത്തി പോലും ഇവിടെ നടക്കുന്നില്ല. എന്തുകൊണ്ടാണ് മറ്റുള്ള സ്ഥലങ്ങളിലൊന്നും ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇല്ലാതിരിക്കുന്നത്? മറ്റുള്ള സ്ഥലങ്ങളിലൊന്നും ഇത്രയും ആക്സിഡൻറ്റുകളോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാകുന്നില്ല, ജീവഹാനി ഉണ്ടാകുന്നില്ല. കാരണം എന്താണ്? അവിടെ കൃത്യമായിട്ട് എന്ന് പറയുന്നത് അവർ ചില പരിപാടികൾ ആസൂത്രണം ചെയ്യുന്നുണ്ട്. ഇവിടെ ഇപ്പോഴെന്ന് പറഞ്ഞാൽ ഇന്നലെ ഞാനൊരു വീഡിയോ കണ്ടതാണ്. ആ വീഡിയോ കണ്ടപ്പോഴേ അവിടെ ഇവിടെ അടുത്ത ഒരു പ്രദേശത്താണ്, അവിടെ ഒരു അപകടം നടന്നിട്ട് ഒരാൾ പോലും ഇല്ല അവിടെ. അതായത് പോലീസിനെ മറ്റേ ഇവിടെ പോയി നോക്കിയപ്പോൾ അവർ പൂട്ടിയിട്ട് പോയി എന്നാ പറയുന്നത്. അപ്പം അങ്ങനെ ആരും നോക്കാനില്ല. പക്ഷെ അവരെ പറഞ്ഞിട്ട് കാര്യമില്ല. എന്താണെന്ന് ചോദിച്ചാൽ അവർക്ക് അതിലും വലിയ പ്രശ്നങ്ങളാണ് അപ്പുറത്ത് കിടക്കുന്നത്. അവർക്ക് എന്താ വെച്ച് കഴിഞ്ഞാൽ ഓരോ ദിവസം ഇപ്പോൾ ഓരോ ആൾക്കാർ വരും, അവരെ പ്രൊട്ടക്ട് ചെയ്യണം. അതുപോലെ തന്നെ മറ്റു പല കാര്യങ്ങളും ഉണ്ട്. അതിനിടയ്ക്ക് ഒരു 5 കേസ്, അതിജീവിതയുടെ 5 കേസ് ഏട്ടൻ്റെയും വരും, അത് നോക്കണം. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മുടെ നാട് എന്ന് പറയുന്നത് ഏതായാലും വേറെ ഒരു തലത്തിലേക്ക്, മറ്റൊരു ബീഹാറോ അല്ലെങ്കിൽ മറ്റൊരു ആസാമോ എന്നുള്ള തരത്തിലേക്കാണ് പോകുന്നത്. എന്നിട്ട് മലയാളികൾ പ്രബുദ്ധരാണ്, മലയാളികൾ ബുദ്ധിയിലവരാണ്, മലയാളികൾ എന്തോ സംഭവമാണ്, മലയാളികൾ എന്ന നൊട്ടയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ഭയങ്കരമായിട്ട് അഹങ്കരിക്കുകയാണ് ചെയ്യുന്നത്. സത്യത്തിൽ മലയാളികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ അഭിപ്രായത്തിന് മുട്ടയിടാൻ നടക്കുന്ന കോയിനെ പോലെയാണ്. അതായത് ഇവർ ഇടുകയും ചെയ്യില്ല എന്നാൽ ഇടാൻ പോകുന്ന പോലെയാണ്. അങ്ങനെയാണ് നമ്മൾ മലയാളികളെല്ലാവരും. ഞാൻ അടക്കമുള്ള ആൾക്കാരെയാണ് പറയുന്നത്, വേറെ ആരുമല്ല. കാരണം നമ്മളെന്തോ ഒരു വലിയ സംഭവമാണ് എന്ന് വിചാരിച്ച് നമ്മളിങ്ങനെ നടക്കുമ്പോഴേ നമ്മളൊന്നും അല്ല ലോകത്തിന് മുന്നിൽ ഇല്ലെങ്കിൽ നാടിന് മുന്നിൽ നമ്മളൊന്നും അല്ല എന്ന് തെളിയിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇന്നലെ ഇപ്പോൾ ഈ ആൾക്കൂട്ട കൊലപാതകം നടന്നു, അതിൻ്റെ അകത്ത് സ്ത്രീകളെല്ലാം ഉണ്ട്. എന്തുകൊണ്ട് പിടികൂടുന്നില്ല? അത് മാത്രവുമല്ല, നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഇപ്പോൾ 25 ലക്ഷം റുപ്യ വേണമെന്നാണ് അവൻ്റെ കുടുംബക്കാർ പറയുന്നത്. ഈ പൈസ എടുത്താൽ കൊടുക്കുക, നമ്മളെ നികുതി പണത്തിൽ നിന്നല്ലേ കൊടുക്കുക. അതുപോലെ തന്നെ എന്നാണ് ഇവിടെ ഓരോ അന്വേഷണങ്ങളും ബാക്കി. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ എന്താ പറയേണ്ടത്, മറ്റേ മേൽക്കോടതിയിൽ പോകണം, ഇതൊക്കെ പറയുന്നില്ലേ. ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ആരെയും പൈസയല്ല, ഇതൊക്കെ നമ്മളെ പൈസയാണ്, നമ്മളെ നികുതി പണമാണ്. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അപ്പം ഇങ്ങനെ ഒരുപാട് ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും ചളിവാരി എറിയുന്നതുകൊണ്ട് ഇവിടെ ഒരുപാട് പഞ്ചപാവങ്ങളുണ്ട്. പക്ഷെ അവരെ പറ്റിയിട്ടൊന്നും ആരും പറയില്ല കേട്ടാ, അവരെ പറ്റി ഒരാളും പറയില്ല. ഇനി അവരെ ഈ പഞ്ചപാവങ്ങളെ നിങ്ങൾ കാണിക്കില്ലേ, നിങ്ങളൊന്ന് ഇറങ്ങി നോക്കണം, അപ്പോഴും മാത്രമേ കാണുള്ളൂ. എനിക്ക് ശരിക്കും നമ്മുടെ സമൂഹത്തോട് പുച്ഛാന്ന് തോന്നുന്നത്, അതായത് എന്തൊക്കെ കാര്യങ്ങളുണ്ട് നമ്മൾക്ക് നോക്കാൻ വേണ്ടിയിട്ട്. ഇവിടെ ഇപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാത്രിയാകുമ്പോൾ 8 മണിയാകുമ്പോൾ തുടങ്ങും ടി വിയിൽ അന്തിച്ചർച്ച എന്ന് പറയുന്ന പേരിൽ. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ വിളിച്ച് വൈകിട്ട് പിന്നെ എല്ലാവരും ഒന്ന് ഹൈപ്പ് ചെയ്യും. എനിക്ക് 8 മണീൻ്റെ ചർച്ചയുണ്ട്, അത് തുടങ്ങാനായി. ഞാൻ പോയിട്ട് നോക്കട്ടായിരുന്നു.